ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം പരന്നപ്പോൾ ഇരുളിൽ തങ്ങി നിന്ന ഒരു അധ്യായമുണ്ട്. അത് കശ്മീരിന്റെ ചരിത്രമാണ്. 7 പതിറ്റാണ്ടുകൾക്കപ്പുറം അതിന്റെ മുറിപ്പാടുകൾ ഉണങ്ങാതെ അവശേഷിക്കുന്നു. കശ്മീർ വിഷയത്തിന്റെ സങ്കീർണതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ചർച്ചകൾ ചെന്നെത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നയങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കുമാണ്. കശ്മീരിലെ പ്രശ്നങ്ങളുടെ എല്ലാം ഉറവിടം അദ്ദേഹത്തിന്റെ മണ്ടത്തരങ്ങളാണോ, അതോ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന ഒരു രാഷ്ട്രീയ ആഖ്യാനം മാത്രമാണോ ഇതറിയണമെങ്കിൽ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ആ നിർണായക കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണം. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ 560-ലധികം നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരം ബ്രിട്ടൻ നൽകി, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കി. ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ ഹൈദരാബാദും ജുനഗഡും ഒഴികെയുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. ഈ തീരുമാനമെടുക്കാൻ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായം തേടേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. ഭരണാധികാരിയുടെ തീരുമാനമാണ് ഇവിടെ പ്രധാനം. എന്നാൽ കശ്മീരിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചില്ല. അതിന്റെ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഹരി സിംഗ് ഒരു സ്വതന്ത്ര രാജ്യമായി തുടരാൻ ആഗ്രഹിച്ചതായി പൊതുവെ പറയപ്പെടാറുണ്ട്. എന്നാൽ ഈ വാദം തിരുത്തുന്നതാണ് പിന്നീട് പുറത്തു വന്ന ചരിത്രരേഖകൾ. നെഹ്റുവിന്റെ തന്നെ പ്രസംഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ കത്തുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. 1947 ജൂലൈ മാസത്തിൽ, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഹരി സിംഗ് ഇന്ത്യയുമായി ലയനക്കരാറിൽ ഒപ്പിടാൻ സന്നദ്ധനായിരുന്നു. എന്നാൽ നെഹ്റു ആ ആവശ്യം തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടായിരിക്കും നെഹ്റു ഇത് ചെയ്തത്? ഇവിടെയാണ് നെഹ്റുവിനെ വിമർശിക്കുന്നവർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അജണ്ടയെക്കുറിച്ച് സംസാരിക്കുന്നത്. കശ്മീരിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുമായി നെഹ്റുവിന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. കശ്മീരിലെ ഭരണാധികാരിയായിരുന്ന ഹരിസിംഗിനോട് നെഹ്റുവിന് രാഷ്ട്രീയമായി നീരസമുണ്ടായിരുന്നതായും പറയപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ കശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത് മുമ്പ് ഷെയ്ഖ് അബ്ദുള്ളയെ അധികാരത്തിൽ കൊണ്ടുവരുന്ന ഒരു താൽക്കാലിക സർക്കാർ രൂപീകരിക്കാനാണ് നെഹ്റു മുൻഗണന നൽകിയത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1947 ഒക്ടോബർ 21 കശ്മീർ അധികാരിക്ക് നെഹ്റു കത്തെഴുതുകയും ചെയ്തിരുന്നു. രാജ്യ താൽപര്യത്തെക്കാൾ തന്റെ സുഹൃത്തിനെ അധികാരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനായിരുന്നു നെഹ്റു മുൻഗണന നൽകിയതെന്ന് വിമർശകർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ നെഹ്റു കൂടുതൽ വിവേകത്തോടെ പെരുമാറിയിരുന്നുവെങ്കിൽ 1947 ജൂലൈയിൽ തന്നെ കശ്മീർ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാമായിരുന്നു. പാകിസ്ഥാന്റെ കടന്നുകയറ്റം ഒരു നിർണായക വഴിത്തിരിവ്. അതായത് 1947 ഒക്ടോബർ 20 പാക് സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള പത്താൻ ഗോത്രവർഗ്ഗക്കാർ കശ്മീർ ആക്രമിച്ചു. അവർ അതിവേഗം തലസ്ഥാനമായ ശ്രീനഗറിലേക്ക് കയറി. ഈ ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ മഹാരാജ ഹരി സിംഗ് ഇന്ത്യയുടെ സഹായം വീണ്ടും തേടി. ഇന്ത്യയുടെ സൈനിക സഹായം ലഭിക്കാൻ ഹരി സിംഗ് ഒക്ടോബർ 26 ഇന്ത്യയുമായി ലയന കരാറിൽ ഒപ്പിട്ടു. പിറ്റേന്ന് തന്നെ ഇന്ത്യൻ സൈന്യം കശ്മീരിലേക്ക് പറന്നുയർന്ന് ശ്രീനഗർ പിടിച്ചെടുക്കുന്നതിൽ നിന്നും പാക് സേനയെ തടഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരമായ പോരാട്ടത്തിലൂടെ കശ്മീരിന്റെ വലിയൊരു ഭാഗം സംരക്ഷിക്കാനായി. എന്നാൽ കശ്മീരിന്റെ വടക്കൻ ഭാഗങ്ങൾ പാകിസ്ഥാന്റെ കൈവശമായി. ഇന്നത് പാക് അധിനിവേശ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ 1947 ജൂലൈയിൽ തന്നെ അവസരമുണ്ടായിരുന്നു. നെഹ്റുവിന്റെ ആ ഏകപക്ഷീയമായ തീരുമാനം കാരണം കശ്മീരിന്റെ ചരിത്രം തന്നെ മാറി മറിഞ്ഞു. പാകിസ്ഥാന്റെ അധിനിവേശം അവിടെ സംഭവിച്ചു. ഈ വിഷയത്തിൽ പാക് അധിനിവേശ കശ്മീരിനെ കുറിച്ച് പിന്നീട് ഐക്യരാഷ്ട്രസഭയിൽ പരാമർശമുണ്ടാകാനുള്ള കാരണം ഇതാണ്. ഇനി ഈ വിഷയത്തിൽ നെഹ്റുവിന്റെ 3 മണ്ടത്തരങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ലയനക്കരാറിൽ ഒപ്പുവെച്ചത് കൊണ്ട് മാത്രം നെഹ്റുവിന്റെ തെറ്റുകൾക്ക് അറുതി കണ്ടില്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. കശ്മീർ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കിയ 3 പ്രധാന തീരുമാനങ്ങൾ പറയാം. ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചത് 1948 ജനുവരി 1 നെഹ്റു കശ്മീർ വിഷയം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന് മുന്നിൽ എത്തിച്ചു. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ഭാഗം അനധികൃതമായി കൈവശപ്പെടുത്തിയ വിഷയത്തെ അന്താരാഷ്ട്ര തർക്കമായി മാറ്റിയത് നെഹ്റുവിന്റെ വലിയ അബദ്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭൂമി നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 15 പ്രകാരം സമീപിക്കുന്നതിന് പകരം തർക്കത്തിലുള്ള പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 35 നെഹ്റു ചൂണ്ടിക്കാട്ടിയത്. UN പ്രമേയങ്ങൾ ഇന്ത്യയെ ദശാബ്ദങ്ങളോളം വേട്ടയാടാൻ തുടങ്ങിയത് ഈ തീരുമാനത്തോടെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും സൈന്യങ്ങളെ പിൻവലിച്ചാൽ കശ്മീരിൽ ജനഹിത പരിശോധന നടത്താമെന്ന UN നിർദ്ദേശവും നെഹ്റു സ്വീകരിച്ചു. എന്നാൽ പാകിസ്ഥാൻ അവരുടെ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഈ നിർദ്ദേശം പ്രാവർത്തികമായില്ല. എങ്കിലും ഈ തീരുമാനം കശ്മീർ ഒരു തർക്കഭൂമിയാണെന്ന പാകിസ്ഥാന്റെ വാദത്തിന് ആക്കം കൂട്ടി. ആർട്ടിക്കിൾ 370 ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന മറ്റെല്ലാ നാട്ടുരാജ്യങ്ങളും പൂർണ്ണമായും ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ വന്നപ്പോൾ കശ്മീരിന് മാത്രം പ്രത്യേക പദവി നൽകിയത് നെഹ്റുവിന്റെ മറ്റൊരു പിഴവായി കണക്കാക്കപ്പെടുന്നു. ഭരണഘടനയുടെ താൽക്കാലിക വ്യവസ്ഥയായി ആർട്ടിക്കിൾ 370 ഉൾപ്പെടുത്തിയത് കശ്മീരിന് സ്വയംഭരണ അവകാശം നൽകി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് കശ്മീരിൽ
കശ്മീരിൽ ഭൂമി വാങ്ങുന്നതിനോ സ്ഥിരതാമസമാക്കുന്നതിനോ ഇത് തടസ്സമുണ്ടാക്കി. ഈ നിയമം വിഘടനവാദികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരം നൽകി. ഒരു രാജ്യത്തിൽ 2 നിയമങ്ങളും 2 ഭരണങ്ങളും എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഈ തീരുമാനത്തിലൂടെയാണ്. ആർട്ടിക്കിൾ 370 മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം പോലും കശ്മീർ നിയമസഭയിൽ നിക്ഷിപ്തമാക്കി നെഹ്റു. കശ്മീരിന്റെ ഭരണം സുഹൃത്തായ ഷെയ്ഖ് അബ്ദുള്ളയെ ഏൽപ്പിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രി എന്ന പദവി നൽകിയത് നെഹ്റുവിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പ്രതിഫലനമായി വിമർശിക്കപ്പെടുന്നു. ഒരു രാജ്യത്തിനുള്ളിൽ 2 ഭരണഘടനകളും 2 പ്രധാനമന്ത്രിമാരും ഉണ്ടാവാൻ പാടില്ലെന്ന് ശ്യാമപ്രസാദ് മുഖർജിയെ പോലെയുള്ളവർ ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ നെഹ്റു ആ വാദങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോയി. ഈ തീരുമാനങ്ങളുടെ എല്ലാം അനന്തരഫലമായി കശ്മീർ താഴ്വര പതിറ്റാണ്ടുകളായി ദുരിതം അനുഭവിക്കുകയാണ്. പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ കാശ്മീർ പ്രദേശം ആസാദ് കാശ്മീർ എന്ന പേരിൽ അറിയപ്പെട്ടു. 1963 പാക് അധിനിവേശ കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയത് ഇന്ത്യക്ക് മറ്റൊരു തലവേദനയായി. പാകിസ്ഥാനിലൂടെ ഇന്ത്യൻ അതിർത്തി സമുദ്രങ്ങളിൽ എത്താൻ ചൈനയ്ക്ക് താല്പര്യമുള്ളതുകൊണ്ട് കശ്മീർ വിഷയത്തിൽ അവർ പാകിസ്ഥാന് പിന്തുണ നൽകി. 1980കളിൽ ആരംഭിച്ച ജിഹാദി തീവ്രവാദം കശ്മീരിലെ സാധാരണ ജീവിതം തകർത്തു. കശ്മീരി പണ്ഡിറ്റുകൾക്ക് അവരുടെ സ്വന്തം മണ്ണിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നു. ആയിരക്കണക്കിന് സാധാരണക്കാരും സൈനികരും ഈ ഭീകരത കാരണം ജീവൻ ബലി കഴിച്ചു. ഇതെല്ലാം ഒരാൾക്ക് പറ്റിയ അബദ്ധം കാരണം സംഭവിച്ചതാണെന്ന് ചരിത്രം പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, 35A എന്നിവ താൽക്കാലിക വ്യവസ്ഥിതികളായിരുന്നു. ഈ വ്യവസ്ഥകൾ കശ്മീരിനെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തി നിർത്തി. ഇത് വികസനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വിഘടനവാദത്തിന് വളം നൽകുകയും ചെയ്തു. എന്നാൽ 2019 ഇന്ത്യൻ സർക്കാർ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു. രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 370 പ്രത്യേക പദവികളെല്ലാം റദ്ദാക്കി. ഇതോടെ ജമ്മു കശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറി. ഈ തീരുമാനത്തിന് വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഇത് കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി പൂർണ്ണമായും ലയിപ്പിക്കാനും വികസനത്തിന്റെ പുതിയ പാത തുറക്കാനുമുള്ള ഒരു ശ്രമമായിരുന്നു. ആർട്ടിക്കിൾ 370 ശേഷമുള്ള മാറ്റങ്ങൾ പ്രത്യേക പദവി എടുത്തു മാറ്റിയതോടെ കശ്മീരിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് വികസന പദ്ധതികളാണ്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നേരിട്ട് കാശ്മീരിലേക്ക് എത്താൻ തുടങ്ങി. റോഡ് നിർമ്മാണം, വൈദ്യുതി വിതരണം, ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വലിയ വലിയ പുരോഗതി ഉണ്ടായി. ഗ്രാമങ്ങളിലേക്ക് പോലും വികസനം എത്താൻ തുടങ്ങി. അതുപോലെ ആർട്ടിക്കിൾ 370 നിലനിന്നപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് കാശ്മീരിൽ നിക്ഷേപം നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വൻകിട കമ്പനികൾ ഉൾപ്പെടെ നിരവധി സംരംഭകർ കാശ്മീരിൽ പുതിയ ബിസിനസ്സുകൾ ആരംഭിച്ചു. ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു. മുൻപ് തീവ്രവാദം കാരണം ടൂറിസം മേഖല തകർന്നടിഞ്ഞിരുന്നു. എന്നാൽ സാഹചര്യം മെച്ചപ്പെട്ടതോടെ റെക്കോർഡ് ടൂറിസ്റ്റുകളാണ് കാശ്മീരിലേക്ക് ഇന്നെത്തുന്നത്. ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. ആദ്യമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വിജയകരമായി അവർ പൂർത്തിയാക്കി. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാദേശിക ഭരണത്തിൽ പങ്കാളികളാകാനുള്ള അവസരം നൽകി. ഗ്രാമപഞ്ചായത്തുകൾക്ക് കൂടുതൽ സാമ്പത്തിക അധികാരവും ലഭിച്ചു. ഭീകരാക്രമണങ്ങളും കല്ലേറുകളും ഗണ്യമായി കുറഞ്ഞു. സാധാരണക്കാർക്ക് ഭയമില്ലാതെ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഇന്നുണ്ട്. രാത്രികാലങ്ങളിൽ പോലും കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും തുടങ്ങി. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ നിയമങ്ങളും ജമ്മു കശ്മീരിനും ബാധകമായി. സ്ത്രീകൾക്ക് അവരുടെ സ്വത്തവകാശം ലഭിച്ചു. ദളിത് വിഭാഗങ്ങൾക്ക് സംവരണം ലഭിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ നടപ്പിലായി. നെഹ്റുവിന്റെ തീരുമാനങ്ങൾ കശ്മീർ പ്രശ്നം സങ്കീർണമാക്കിയെന്ന വാദം ശക്തമാണ്. ഒരുപക്ഷെ 1947 അദ്ദേഹം മറ്റൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന കാശ്മീർ താഴ്വര തീർത്തും വ്യത്യസ്തമായ ഒരു ചരിത്രത്തിലൂടെ കടന്നുപോയേനെ. എങ്കിലും 2019 തീരുമാനം കശ്മീരിനെ ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറ്റുകയും വികസനത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ പാത തുറക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.